അല്ല എന്തിപ്പോ ഇവിടെ ഇങ്ങനെ നോക്കിക്കണ്ടേ? ഞാൻ ആ പ്ലാവ് നിറച്ച് താമര ഉള്ളത് നോക്കിക്ക. താമര ചക്കയാണല്ലോ താമര, താമരയാണല്ലോ ചക്ക. ചക്ക ഇങ്ങനെ പൊളിച്ചു വെച്ച് കഴിഞ്ഞാൽ താമര രൂപത്തിലല്ലേ ഉള്ളത്. അപ്പൊ നിറയുണ്ട് താമര. നോക്കിയാ ഇന്നലൊക്കെ എന്തോരം മഴയല്ലേ, മഴ പെയ്താ പിന്നെ സൂര്യൻ ഉണ്ടാവില്ല. ഞാൻ ഇന്നലെ കളി നടന്നോണ്ട് ഇന്നിപ്പോ കണ്ടു ഫുള്ള് കണ്ടത്തൊക്കെ വെള്ളമായി. ഇന്ന് സൂര്യനെ ഇല്ല. ഇന്നലെ ആയതുകൊണ്ട് സൂര്യൻ ഉദിച്ചാ, ഇന്നാണെങ്കിൽ ഉണ്ടാവില്ല. കളി വെച്ച ദിവസം തെറ്റി. ആ സൂര്യനെ ഉദിച്ചാലും ഉദിച്ചില്ലെങ്കിലേ സൺറൈസസ് സൺറൈസ് ചെയ്യൂലായിന്ന് കളി ഉയർന്ന് ടേബിളിന്റെ മുകളിലാണ്, ടോപ്പില് ടേബിൾ ടോപ്പ് കളി അധികം കളിച്ചിട്ട് അതുകൊണ്ട് ടേബിൾ ടോപ്പ് സഹായില്ല. ഒരു കളി അധികം എതിരാളികളില്ല, ഞങ്ങൾക്ക് ഇങ്ങോട്ട് കപ്പ് തന്നൊക്കെ. നമ്മളിപ്പോ 2 കളി കളിച്ചിട്ട് 1-1 അതല്ലല്ലോ, 3 കളികൾ തുടർച്ചയായിട്ട് പൊട്ടിപ്പാളീസായി വരണം. സൂപ്പർ കനോലിന്റെ സെഞ്ചുറി കണ്ടില്ലേ? എന്ത് കാര്യം എടുത്തുകൊണ്ട് വലിച്ചെണ്ണക്ക്, എന്ത് കളിയിൽ ഒരു കാര്യമില്ല. ടീം ഗെയിം 4-5 ക്യാച്ച് വിടുക, സ്റ്റംപിങ് മിസ്സാക്കുക. ആര് വിട്ടത്? അതാ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ചോട്ടെ. എനിക്ക് പണ്ടേ സംശയം ഉണ്ടാവാം, പല കളിയിലും ഇമ്മാതിരി ക്യാച്ച് വിടുന്ന പരിപാടി ഉണ്ട്. ഇതാണ് പറഞ്ഞത്, തോറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ ടീമിന്റെ പ്രശ്നങ്ങള് കച്ചറികളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരും. ഞങ്ങൾക്ക് ഒരു കുറവില്ല, ഞങ്ങള് ഫുൾ പെർഫെക്റ്റ് ടീം. ഞങ്ങളെ പേര് കേട്ടാൽ പേടിക്കും, ഞങ്ങൾക്ക് എതിരാളികളില്ല. എന്തൊക്കെയായിരുന്നു ഡയലോഗുകൾ? ഞങ്ങളെക്കാൾ ഒരു കളി അധികം കളിച്ച് 14, അടുത്ത കളി ഞങ്ങൾ ജയിക്കുന്നു. നിങ്ങള് ഫുള്ള് ഇനി താഴ്ത്തിക്കണേ, അതൊക്കെ തോന്നല. നിങ്ങള് തകർന്നടിയാൻ പോവാണ്. ഇതെന്താ കറക്റ്റ് സമയത്തിപ്പോ നിങ്ങള് മൊത്തം പൊളിഞ്ഞു. ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ പോയി. ഇന്നലൊക്കെ കണ്ടില്ല, നിങ്ങളെ ഇറങ്ങിയോല് മൊത്തടി, മടിയോടടി. ഇതന്നെ ഇറങ്ങിയവരെ മൊത്തം ക്യാച്ച്, ഹെഡ് ഒക്കെ ക്യാച്ച് വിട്ട്. അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷന്, ക്ലാസന്, റെഡ്ഡി എല്ലാരും ഇറങ്ങിയാലും മൊത്തം 25ന്റെ മേലെ ഒരാൾ മാത്രം. ഇതാണ് ഒരു കുഴപ്പമുണ്ട്. അയ്യർ ദി ഗ്രേറ്റ്. ആ ഗ്രേറ്റ് ഒക്കെ എങ്ങോട്ട് പോയി? 3 കളികളായിട്ടില്ല. രണ്ടാമത് ഞങ്ങൾ തന്നെയാണ് ഇപ്പോഴും. അത് ഒരു കളി കുറച്ച് കളിച്ചിട്ട്, അപ്പൊ അതുകൊണ്ട് ആ വക വർത്താനത്തിൽ ഞങ്ങൾക്ക് 3 കളി 4 കളിയൊക്കെ തോൽക്കാം. കാരണം എന്താ അറിയോ, അമ്മാര് ചെയ്യാൻ ആദ്യം ജയിച്ചു. 4-3 കളി തോറ്റുകാണ്ട് പ്ലേ ഓഫ് കോൺഫിഡൻസ് ഡൗൺ ടീമിന് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വഴിയാണിത്. ഞങ്ങളെ തോണി പറഞ്ഞാൽ പൊറണ നല്ലതെന്ന് പോണ്ടിങ്ങിന് തന്ത്ര. എല്ലാ കളിയും ജയിച്ചു നമുക്ക് പ്രശ്നങ്ങൾ തന്ത്രങ്ങൾ. ഇതാവുമ്പോ കുറെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവും. പ്ലേ ഓഫ് ഒക്കെ ആകുമ്പോൾ അത്ര തന്നെ. നിങ്ങൾ ഇത് പൊട്ടാനുള്ള തുടക്കണേ. ഇനി നിങ്ങൾ പ്ലേ ഓഫ് കാണുവയ്ക്കാരം, പക്ഷെ പ്ലേ ഓഫിന്റെ അപ്പുറത്തേക്ക് കടക്കൂല.